നമ്മളിപ്പോൾ ഈ വ്യക്തിപരമായ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഒരു ചില നിർദ്ദേശങ്ങൾ, ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷകരായ നമ്മൾ നിത്യജീവിതത്തിലാണ്, നമ്മൾ സ്വർഗീയ അനുഭവത്തിലാണ്. എന്നിരുന്നാലും താമര ചെളിയിലാണ് വളരുക. താമര എവിടെയാണ് വളരുക? ചെളിയിലാണ്. എന്നാൽ താമരയിൽ ചെളിയില്ല. എന്ന പോലെയാണ് ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തിൻ്റെ എല്ലാ ചെളിയുടെയും മധ്യത്തിലാണ്. വ്യക്തിപരമായ കടലാസ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കടലാസ് കിട്ടാത്തവർ ഒന്നെടുത്ത് കണ്ണനൊന്നുകൊണ്ട് കൊണ്ട്. നമ്മൾ ദൈവം വസിക്കുന്നുവെങ്കിലും, നമ്മൾ ദൈവത്തോടൊപ്പമാണെങ്കിലും അതേസമയം നമ്മൾ ലോകത്തോടും ഒപ്പമാണ്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈശോ കാല് കഴുകിക്കൊണ്ടാണ് അപ്പസ്തോലന്മാരെ വിശുദ്ധീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചത്. കാല് കഴുകിക്കൊണ്ട് ഈശോ അപ്പസ്തോലന്മാരുടെ കാല് കഴുകി. കാല് കഴുകൽ ഇസ്രായേലിലെ ഒരു ചട്ടമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളും കാല് കഴുകാറുണ്ട് ഇല്ലേ? നമ്മൾ പാടത്ത് പണി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാല് കഴുകില്ലയോ? കാല് കഴുകാണ്ട് വീട്ടിൽ കയറാൻ പറ്റുമോ? എന്ന മാതിരി അതൊരു മനുഷ്യ സഹജമായ, വളരെ സാധാരണമായ, വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഇനി എപ്പോഴെല്ലാമാണ് കാല് കഴുകുക? ഒരു പ്രാവശ്യം കഴിയാൻ മതിയോ? എന്താണ് അതിൻ്റെ ആവശ്യം? എപ്പോഴെല്ലാം നമ്മൾ പുറത്തു പോകുമോ അകത്ത് വരുമ്പോൾ കാല് കഴുകണം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും പുറത്തു പോകാനുള്ള ലൈസൻസ് ആയിട്ടല്ല, മനസ്സിലാക്കണം. എപ്പോഴെല്ലാം അപ്പോൾ ഇസ്രായേലിലെ ആ ഒരു കൾച്ചറാണ് ഈശോ എടുത്തത്. എപ്പോഴെല്ലാം ഒരാൾ പുറത്തു പോകുന്നോ അകത്ത് വരുമ്പോൾ ഒരു അടിമയെ വെച്ചിരിക്കുകയാണ്, പേയ്മെൻ്റ് എല്ലാം കൊടുത്ത്. എന്തിനാണ് അടിമ എന്താ ചെയ്യേണ്ടത്? യജമാനൻ്റെ കാല് കഴുകുക. അങ്ങനെയുള്ള ആ ഒരു അടിമയെ പോലെ ഈശോ തൻ്റെ പുറങ്കുപ്പായം എടുത്ത് മാറ്റി ഒരു കച്ച ഉടുത്ത് അവിടെ ഇരുന്നു അവരുടെ കാൽക്കൽ. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ശോ, അങ്ങ് എൻ്റെ കാല് കഴുകണോ? ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അതായത് ഈശോയുടെ പരമപരിശുദ്ധനായ ഈശോയുമായിട്ട് നമ്മൾ ലയിക്കണമെങ്കിൽ ഈശോ തന്നെ ആദ്യം നമ്മളെ വിശുദ്ധീകരിക്കണം. ഈശോ തന്നെ, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കഴുകണം. ഞാൻ വന്നിരിക്കുന്നത് അതിനാണ്. ഞാൻ വന്നിരിക്കുന്നത് നീയുമായിട്ട് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ആ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ, ഞാനും നീയുമായിട്ട് സഹവാസം ഉണ്ടാകണമെങ്കിൽ ഞാൻ തന്നെ നിന്നെ ശുദ്ധീകരിക്കണം.
അശുദ്ധി ഉള്ള നമുക്ക് അല്ലെങ്കിൽ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് ഞാനുമായി പങ്കില്ല. ഒന്നുകൂടി ആഴമായി ആ വചനത്തെ ഒന്ന് ചിന്തിച്ചേ. ആരാണ് ഞാൻ? ഈശോ. നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ, ഈശോയുടെ കൂടെ പങ്കില്ല. അപ്പം നമ്മൾ ശുശ്രൂഷകർ എന്നുള്ള നിലയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈശോയുമായുള്ള സഹഭാഗിത, അല്ലെങ്കിൽ ആ ഒന്നാകൽ. ആ ഒന്നാകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ. ആ അവസ്ഥയുടെ ഔന്നത്യം, ശക്തി, ജ്വലനം എല്ലാം വളരുന്നത് ഈ വിശുദ്ധീകരണം നമ്മളിൽ എത്രത്തോളം കൂടുതലായി മുഴുവനായി നടക്കുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പോൾ ഈ വിശുദ്ധീകരണത്തിന് വേണ്ടതായതെല്ലാം ഈശോ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ കടലാസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിളും കുറേ സർക്കിളുകളും കാണാം. ആ ട്രയാങ്കിൾ നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമാണ്. കടലാസ് കിട്ടിയില്ലേ? വേണോ കടലാസ്? ഇവിടെ കുറച്ച് പേർക്ക് കടലാസ് കിട്ടിയില്ല. ഇനി ആർക്കെങ്കിലും കിട്ടാണ്ടുണ്ടോ? ഇവിടെ 2-3 പേരുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടാണ്ടുണ്ടോ? ഓക്കെ. ഈ ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു എന്നത് നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഉള്ള ബോധ്യമാണെങ്കിലും ദൈവം നമ്മിൽ വസിക്കുന്നു. ഞാൻ ഈ പാപിയും ബലഹീനനുമായ എന്നിൽ ദൈവം വസിക്കുന്നുവോ? നമുക്ക് പലപ്പോഴും ഒരു സംശയവുമാണത്. നമ്മൾ കുർബാനയിലെല്ലാം പല പ്രാവശ്യം ഏറ്റുപാടുന്നതാണ്, നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം എല്ലാവരും നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഇതാണല്ലേ അതിൻ്റെ അർത്ഥം. കുർബാനയിൽ നമ്മളിങ്ങനെ അച്ഛൻ പാടണം, നമ്മളും പാടണം, പാട്ടുകാർ പാടണം, നമ്മൾ കേട്ടിരിക്കണം, അങ്ങനെ അങ്ങോട്ട് പോകണു. ഇത് വലിയൊരു രഹസ്യമാണ്. എന്താണ് കേട്ടത്? ആര് നമ്മുടെ കൂടെയുണ്ട്? നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാ ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഈ ത്രിത്വൈക ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തി പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ ആക്കും. നമ്മൾ രൂപാന്തരപ്പെടേണ്ട ചില മേഖലകളാണ് ആ സർക്കിളുകളിൽ കാണുന്നത്. സർക്കിളുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ആന്തരിക അവയവങ്ങളാണവ. നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവ്. നമ്മൾ കുളിക്കുന്നു, മുഖം കഴുകുന്നു, നമ്മുടെ ആത്മാവിനെയും കൂടി കഴുകിക്കൂടെ?
ആത്മാവിനെയും കുളിപ്പിച്ചൂടെ? ആത്മാവിലും പൊടിപടലങ്ങൾ എല്ലാ ദിവസവും കടന്നുകൂടാൻ സാധ്യതയില്ലേ? അതാണ് ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ. അപ്പോൾ അവിടെ പ്രതീകം കാല് കഴുകുന്നതാണെങ്കിലും ഈശോയ്ക്ക് മാത്രമേ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മാവിനെ കഴുകാൻ സാധിക്കുകയുള്ളൂ. സാധിക്കും എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ഈശോയുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. ഉണ്ടോ? ഈശോയുടെ ദിവ്യാത്മാവ് നമ്മളെ എവിടെയാണ് ശുദ്ധീകരിക്കണേ? നമ്മുടെ ആത്മാവിനെ. നിങ്ങളെൻ്റെ മുമ്പുള്ള ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവർക്കറിയാം, ഈ പ്രാർത്ഥന ഒരു ചെറിയ പുസ്തക രൂപത്തിലും അല്ലാതെയും പണ്ടേ മുതലുള്ള ഈ പ്രാർത്ഥനയാണ്. പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുക, എങ്ങനെയാണ് ബ്രദർ ഈ വചനമൊക്കെ ഇങ്ങനെ ബൈഹാർട്ടാക്കിയിരിക്കുന്നത്? ഈ വചനവും അതിൻ്റെ നമ്പറും ഒക്കെ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഓർത്തിരിക്കുന്നതിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നതിൻ്റെ രഹസ്യം ഇതാണ്. അങ്ങനെയാണ് ഈ പ്രാർത്ഥന ആരംഭിച്ചത് ഞാൻ. ആ ഈശോയുടെ ഉപമ ഓർത്താൽ മതി. നല്ല നിലത്തു വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കപ്പെടുന്നു. ലൂക്ക 8:15 ലൂക്ക 8:15. അപ്പോൾ ഈ വിതക്കാരൻ്റെ ഉപമയിൽ വളരെ ഇന്നത്തെ കാലഘട്ടത്തിലും ഈ നാട്ടിൻപുറത്ത് ഒരു കൃഷിക്കാരൻ്റെ പശ്ചാത്തലത്തിൽ അതൊന്ന് ചിന്തിച്ച് നോക്കിയില്ലേ? കൃഷിക്ക് വിതയ്ക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും പോയി വിതയ്ക്കുമോ? ഇല്ലേ? വിതയ്ക്കുന്നതിന് മുൻപ് നിലം ഉഴുത് മറിച്ച് കട്ടയുടച്ച് നല്ല നിലമായി കഴിഞ്ഞിട്ടേ വിതയ്ക്കാറുള്ളൂ എന്നത് സാധാരണ ഏത് മനുഷ്യനും അറിയാവുന്ന ഒരു വാസ്തവമാണ്. ഈശോയുടെ ഉപമകളുടെ ആ ഒരു രഹസ്യമുണ്ടല്ലോ, എല്ലാവർക്കും ഇന്നും 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഉപമയാണെങ്കിലും ഇന്നത്തെ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഈ ഉപമ കൃത്യമാണോ അല്ലയോ? നമ്മുടെ അടുക്കളത്തോട്ടത്തിലായാലും നമ്മൾ ഒരു പാവയ്ക്ക നടണമെന്നുണ്ടെങ്കിലും ചുമ്മാ കാട്ടിൽ കൊണ്ടുപോയി നടുവോ? അവിടെ കുഴിച്ച് മണ്ണുടച്ച് കട്ടയൊക്കെ മാറ്റി നല്ല നിലം. ഈ ഒരു പോളിസി അല്ലെങ്കിൽ ഈ ഒരു തത്വം ദൈവവചനം പഠിക്കുന്നതിനും ദൈവവചനം ഹൃദയത്തിൽ ആലേഖനം ചെയ്യുന്നതിനും നമ്മൾ സ്വീകരിക്കണം. ഇതെൻ്റെ അകത്ത് അങ്ങനെ വന്നൊരാശയമാണ്. അങ്ങനെ ഞാൻ വചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും മുമ്പ് ഹൃദയം വെടിപ്പാക്കിയാൽ വചനം ഹൃദയത്തിൽ നിറയും എന്ന ഒരു ആശയം അന്ന് എനിക്ക് കിട്ടി. എന്ന് ഒരു 25 വർഷം അല്ലെങ്കിൽ 30 വർഷം മുമ്പ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ ഹൃദയം വിശുദ്ധീകരിക്കണേ. അപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ പോരാ, ആ ഹൃദയത്തിൽ പല തട്ടുകളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അങ്ങനെയാണ് അതിൻ്റെ ആഴത്തിലേക്ക് ചെന്നപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാന അവസ്ഥ നമ്മുടെ ആത്മാവാണ്. അതാണ് ഈശോ പറഞ്ഞത്, കണ്ണ്, ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. നിൻ്റെ കണ്ണ് തന്നെ അന്ധമാണെങ്കിൽ പിന്നെ ശരീരം എങ്ങനെ പ്രകാശിക്കപ്പെടും? അപ്പോൾ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുക ആദ്യം. പിന്നെ അടുത്ത സർക്കിൾ നോക്കിയേ, മനസാക്ഷി. പിന്നെ അടുത്ത സർക്കിൾ അബോധ മനസ്സ്. അടുത്ത സർക്കിൾ ഉപബോധ മനസ്സ്. അടുത്ത സർക്കിൾ ബോധ മനസ്സ്. പിന്നെ അടുത്തത് ഇന്ദ്രിയങ്ങൾ. ദൈവമേ, ഇത്രയും ചില സമയത്തൊക്കെ ആ കാലഘട്ടങ്ങളിൽ 1 മണിക്കൂറൊന്നുമല്ല, മണിക്കൂറുകളോളം ഇരുന്ന് ശുദ്ധീകരണം നടത്തേണ്ട ഒരവസ്ഥയായിരുന്നു അന്നത്തെ. കാരണം ഒരു കാലത്ത് നമ്മളൊക്കെ കുറേ സിനിമയൊക്കെ കാണുമായിരുന്നില്ലേ?
ഞാനൊക്കെ 3 സിനിമയൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിള്ളേർ കേൾക്കണ്ട. എന്തെല്ലാം മാസികകളും നോവലുകളൊക്കെ നമുക്ക് ചില ഹരമായിരുന്നു. ഇന്നാളുടെ നോവൽ ഇതൊക്കെ വായിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വായിച്ചതും കണ്ടതും എല്ലാം ഇപ്പോൾ ഈ വീഡിയോ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന പോലെ ഇതെല്ലാം നമ്മുടെ ബോധമനസ്സിലും ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും മനസാക്ഷിയിലും ഇങ്ങനെ കിടക്കുകയാണ്. ഈ വിശദീകരിക്കണേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് 10-20 വർഷം മുമ്പ് കണ്ട സിനിമയൊക്കെ പുറത്തു വരണം. 10-20 വർഷം മുമ്പ് കേട്ട കാര്യങ്ങൾ പുറത്തു വരണം. അപ്പം നമ്മുടെ ഈ മെമ്മറിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ ചെറുപ്പം മുതലേ ഉള്ള വഴക്കും വക്കാണോ എല്ലാം കേട്ട് അത് നമ്മുടെ മനസാക്ഷിയിലും മനസ്സിലും കിടക്കുകയാണെങ്കിൽ ഈശോയുടെ സ്നേഹമുള്ള വചനമൊന്നും അതിനകത്തേക്ക് കയറാൻ ഉള്ള അതിന് ആ കപ്പാസിറ്റി തീർന്നു. പിന്നെ എങ്ങനെ വചനം കയറും? വചനം നമ്മൾ ഹൃദയസ്ഥമാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മെമ്മറി ഡിലീറ്റ് ചെയ്യണം. നമ്മുടെ മെമ്മറിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പിതാവിനാൽ നടാത്തതായതെല്ലാം പറിച്ചു മാറ്റണം. ഇത് വളരെ പ്രാക്ടിക്കലാണ്. കർത്താവ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കുറച്ചുകൂടി ഉത്സാഹിച്ച് സഹകരിക്കണം. ഈ ധ്യാനത്തെ സംബന്ധിച്ച് ഇതൊരു അർജൻറ്റാണ്. ഇന്ന് തന്നെ നമ്മളിത് കുറേ ചെയ്താലേ അടുത്ത ക്ലാസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അത് മനസ്സിൽ കയറുകയുള്ളൂ. അല്ലെങ്കിൽ തോന്നാൻ പോകുന്നത് ഞാനിപ്പോഴേ പറയാം, നിങ്ങൾക്ക് ഇവിടുന്ന് എണീറ്റ് ഓടണമെന്ന് തോന്നും. ശരി, ഇത് അബദ്ധമായി വന്നത്, പക്ഷെ വരാതിരിക്കാൻ പറ്റുമോ? നമ്മളിവിടുത്തെ ശുശ്രൂഷകനായി പോയില്ലേ, എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റണില്ല, എണിക്കാൻ പറ്റണില്ല, മേലൊക്കെ കുത്തിക്കൊള്ളണമാതിരി തോന്നണം, ഇവിടുന്ന് എണീറ്റ് ഓടണമെന്ന് തോന്നുന്നുണ്ട്, ഒന്നും ഓടാൻ പറ്റണില്ല. ഇങ്ങനെ ആർക്കെങ്കിലും ഒരവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഈ അബോധ ഉപബോധ സുബോധ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും മനസാക്ഷിയിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന ചില നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ 1-2 ഉദാഹരണം പറയാം കേട്ടോ. ക്ഷമിക്കണം, ഉദാഹരണം വന്നതിപ്പോൾ സിസ്റ്റർമാരുടെ കാര്യമാണ്. നിങ്ങൾ വിഷമിപ്പിക്കണ്ട, അവരും വിഷമമൊന്നും ഉണ്ടാവില്ല. അവരേതായാലും ജീവിതം മുഴുവനും കർത്താവിന് കൊടുത്തേക്കുന്ന ആൾക്കാരാണ്. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇതായിരിക്കും ചിന്തിക്കണില്ലേ. അപ്പോൾ ഒരിക്കലൊരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന്, സിസ്റ്റേഴ്സിൻ്റെ അല്ല, ജനറലായിട്ടുള്ള ഒരു ആന്തരിക വിശുദ്ധീകരണ ധ്യാനമായിരുന്നു. എല്ലാവർക്കും വരാം. അപ്പോൾ മദർ സുപ്പീരിയർ ഒരു കൊച്ചു സിസ്റ്ററിനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഇത് ഒരു സ്പെഷ്യൽ കേസാണ്. ഈ സിസ്റ്ററിൻ്റെ പ്രയാസം, ഇവരെ ഡൈനിങ് ഹാളിൽ കത്തിയും ഫോർക്കൊക്കെ ഉണ്ടല്ലോ ടേബിളിൻ്റെ പുറത്ത്, കത്തി കണ്ടാൽ അതെടുത്ത് ഉടനെ അടുത്തിരിക്കണം സിസ്റ്ററിനെ കുത്തും, അല്ലെങ്കിൽ കുത്താൻ ഓടിച്ചിടും. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ്. ഇവിടെ ഒരു സിസ്റ്റർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം അല്ലേ, എങ്കിൽ പിന്നെ അവരിവിടെ ഇരിക്കില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യും? അത് ഞാൻ പല സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും കൊണ്ടുപോയി. പക്ഷേ കുറച്ച് ദിവസത്തേക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും, പിന്നെ വീണ്ടും ഇത് തന്നെ. ഇത് പറയുമ്പോൾ അല്പം വിമർശിക്കാനൊക്കെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ, എന്നാലും ഇപ്പോൾ വിമർശിക്കണ്ട അല്ലേ, അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ വിമർശിക്കാം. എന്താ വിമർശനം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഉടനെ സൈക്യാട്രിസ്റ്റ് അടുത്തേക്ക് വിടും. കർത്താവ് ഈശോ മിശിഹായുടെ അടുത്തേക്ക് വരുന്നതിന് പകരം ഈശോയുടെ അടുത്തേക്ക്, ഈശോ പറയാൻ, എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിന്നെ കഴുകിത്തരാം. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊരു ഇത്രയുള്ളൂ കാര്യം, ഞാനിതൊക്കെ ചെയ്തു തരാൻ കഴിവുള്ള ഒരാളിവിടെ ഉണ്ട്, നിങ്ങൾ പെട്ടെന്നങ്ങ് ഓടല്ലേ. നമ്മൾ ഉടനെ സൈക്യാട്രിസ്റ്റ്, ഡോക്ടർ, എനിവേ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പോണവർ പോയിക്കോട്ടോ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞാലും അവർ പോകും. പോയിട്ട് നടക്കാണ്ടാവുമ്പോൾ വീണ്ടും
അങ്ങനെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നമുക്കൊന്ന് ഈശോയുടെ അടുത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനത്തിലെന്നോണം ഇങ്ങനെ വരികയാണ്. ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചുകൊണ്ടിരിക്കണം. ഒരു പെൺകുട്ടി ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്താ? അത് ഈ സിസ്റ്റർ മഠത്തിൽ ചേരുന്നതിന് മുമ്പ് കുറേ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ തോന്നിയില്ല. ഈ ഇത്രയും അങ്ങനെ സാധാരണ അങ്ങനെയൊക്കെ സിസ്റ്റർമാരൊന്നും വായിക്കില്ലെന്നാണല്ലോ നമ്മൾ വിചാരിക്കണേ. അപ്പം ഞാൻ ചോദിച്ചു, ക്ഷമിക്കണം, ഇങ്ങനെ കുറേ ഡിറ്റക്റ്റീവ് നോവൽ, അതൊന്നൊന്നുമല്ല, കുറേ ഡിറ്റക്റ്റീവ് നോവലുകൾ ഇങ്ങനെ വായിക്കണതായിട്ട് കാണുന്നു. അത് ശരിയാണ് ബ്രദറെ. ഓക്കെ, നമുക്ക് സമാധാനമായി. എന്ത് നമുക്ക് കിട്ടിയ ദർശനം കൺഫർമേഷനായി എന്നുള്ളതിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ മഠത്തിൽ ചേരാൻ നേരത്ത് എല്ലാവരും പറഞ്ഞു നല്ല ഇംഗ്ലീഷ് അറിയണമെങ്കിൽ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് ശരിക്കും പഠിക്കാൻ ചിലർ പറഞ്ഞു ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ സിസ്റ്ററിൻ്റെ ഹൃദയം അവർക്ക് എന്ത് കാരണവശാലും മഠത്തിൽ ചേരണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഈ ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചു. അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു, മഠത്തിൽ ചേർന്നു. പക്ഷേ ഞാൻ ചോദിച്ചു, ആ ഡിറ്റക്റ്റീവ് നോവലുകളിൽ ഏത് നോവലാണ് സിസ്റ്ററിന് ഏറ്റവും ഇഷ്ടമായിട്ട്? അതിനകത്ത് ഒരാളിങ്ങനെ കത്തി കൊണ്ട് പറക്കുന്ന പക്ഷിയെ എറിഞ്ഞു വീഴ്ത്തും. അവന് ഒരു പ്രത്യേക കഴിവാണ്, കത്തി കൊണ്ട് എന്തും ചെയ്യും. പിന്നെ കുറേ അങ്ങോട്ട് പറഞ്ഞു കത്തികൾ ഉപയോഗങ്ങളൊക്കെ. അങ്ങനത്തെ എത്ര നോവൽ വായിച്ചിട്ടുണ്ടാവും? അങ്ങനത്തെ ഒരു 20 എണ്ണമെങ്കിലും വായിച്ചിട്ടുണ്ട്. അപ്പം ഈ 20 നോവലിലുള്ള കത്തിപ്പയറ്റ് മുഴുവനും നമ്മുടെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ മദർ സുപ്പീരിയറും അടുത്തുണ്ട്. അവർ അന്തം വിട്ടിരിക്കുകയാണ്. ദൈവമേ, ഈ കൊച്ചു സിസ്റ്ററിൻ്റെ അകത്ത് ഇത്രയും കത്തിക്കുത്ത്. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇപ്പോൾ ഈ വായിച്ചത് ഒരു പക്ഷേ 20 വർഷം മുമ്പാണ്. ആ വായിച്ച സംഭവങ്ങളെല്ലാം സുബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് പോയി, ഉപബോധ മനസ്സിൽ നിന്നും അബോധ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നിട്ട് അത് ഇപ്പോൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ വ്യക്തിത്വത്തിനെ എന്താ അതിന് പറയുക? അതിന് പറയുന്നത് ഇറ്റ് ഈസ് ഡിക്റ്റേറ്റിംഗ് അവർ പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തിനെ അത് ഡിക്റ്റേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതാണ് ഇത് ഇത്രയും കണ്ടുപിടിക്കാൻ 5 മിനിറ്റേ എടുത്തുള്ളൂ. 5 മിനിറ്റേ എടുത്തുള്ളൂ ഇത്രയും മനസ്സിലാക്കാൻ. ഇതൊരു CT സ്കാൻ ചെയ്ത പോലെയാണ്. നമ്മൾ എത്ര വലിയ സ്കാനിങ് ചെയ്താലും ഈ ആത്മാവിൻ്റെ ഉള്ളിൽ സ്കാൻ ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മളുടെ കൗൺസിലിങ്ങിൻ്റെയും ശുശ്രൂഷയുടെയും എല്ലാം മഹത്വം. നമ്മുടെ സ്കാനിങ്ങിൽ അതെല്ലാം പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്ത് വെളിപ്പെടുത്തരുത്. എന്താണ് ഒരാളുടെ ആത്മാവിലുള്ള വിശുദ്ധീകരണത്തിന് ഇനിയും ആവശ്യമായിട്ടുള്ള മേഖലകൾ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇനി എവിടെ പോകും? ഇനി ഏത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകും? അപ്പോൾ സൈക്കാട്രിസ്റ്റുമാരോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം വേണമെങ്കിൽ, പക്ഷേ അത് എടുത്തു മാറ്റാൻ ഞങ്ങളുടെ കയ്യിലൊരു ഉപാധിയുമില്ല. മരുന്ന് തന്ന് അതിനെ അടച്ചു വയ്ക്കാം. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് അവിടെ ആളിരുന്നോളൂ. എന്താ? അബോധ മനസ്സിനെ നമ്മളുടെ സുബോധ മനസ്സുമായിട്ട്, ഇവിടെ സൈക്കാട്രിസ്റ്റ് ആരെങ്കിലും ഉണ്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനൊരു പ്രാക്ടിക്കൽ കാര്യം പറയണതാണ്. സൈക്കാട്രിസ്റ്റ് മനസ്സിൻ്റെ രോഗങ്ങളെ മാറ്റാൻ ആവശ്യമാണ്. പക്ഷെ അതേ സമയത്ത് ആത്മാവിൻ്റെ രോഗം സൈക്കാട്രിക്ക് മാറ്റാൻ പറ്റില്ല. ആത്മാവിൻ്റെ രോഗം അല്ലെങ്കിൽ ആത്മാവിൽ
മനസ്സിൻ്റെ അബോധ മനസ്സുകളിൽ കിടക്കുന്ന അശുദ്ധി മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റില്ല. എന്നാൽ വളരെ എളുപ്പം മാറുന്നത് എന്താണ്? അവിടുത്തെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകിക്കളയണം. ഇതെല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. സകലത്തിൻ്റെയും നാഥനായ ദൈവം അവിടുത്തെ കൃപാസമുദ്രത്തിൽ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന അവർക്ക് കൊടുത്തു. ഇത് കുറച്ച് സമയം പ്രാർത്ഥിക്കും. ഈശോ എഴുന്നള്ളിച്ച് വെച്ച് ഈശോയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ, അല്ലാതെയും എവിടെ ഇരുന്നും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അരമണിക്കൂർ പ്രാർത്ഥിച്ചപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ശരിക്ക് കഴുകിപ്പോകുന്ന ഒരനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം മേഖലകൾ കഴുകപ്പെട്ടു? ആത്മാവ് കഴുകി, മനസാക്ഷിയിൽ തെറ്റായ ബോധ്യങ്ങൾ, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, സുബോധ മനസ്സ്, ഇത് വായിച്ച ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കഴുകപ്പെട്ടു. അങ്ങനെ കഴുകപ്പെട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ആ കത്തി ഒരെണ്ണെടുത്ത് കൈ കൊടുത്തു. സാധാരണഗതിയിൽ ഈ കത്തി കണ്ടാൽ ആൾ ഉടനെ എടുത്ത് ചാടി കത്തി എടുത്ത് കുത്തേണ്ടതാണ്. പക്ഷേ വളരെ നോർമലായി. ഇതൊരു ഉദാഹരണം പറഞ്ഞത്, ഇവിടെ ആരും കത്തിക്കുത്തുകാർ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നവീകരണത്തിന് മുൻപുള്ള കാലഘട്ടങ്ങളിലും കുഞ്ഞു കാലം മുതൽ നമ്മളിൽ കടന്നുകൂടിയിരിക്കാവുന്ന എല്ലാത്തിനെയും വിശുദ്ധീകരണമാണ് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അർജൻറ്റായിട്ട് ആവശ്യമുള്ളത് ഒരു ഉദാഹരണം കൂടി ക്ഷമിക്കണം. ഇതൊരിക്കൽ 10,000 ടീച്ചേഴ്സിൻ്റെ ഒരു ധ്യാനം, ഉദ്യോഗസ്ഥ കൂട്ടായ്മയുടെ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 5000-ലധികം, അതിനകത്ത് അധികം പേരും സിസ്റ്റേഴ്സായിരുന്നു. കാരണം അവരും ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പോൾ ആ ചാൻസിൽ അവർക്ക് ധ്യാനം കൂടാൻ പറ്റി. പക്ഷെ ഒരു സിസ്റ്റർ വന്നിട്ട് പറയാണ്, ബ്രദറെ, ഞാൻ 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ്. പക്ഷെ എനിക്ക് ആരോടും ഈശോയെക്കുറിച്ച് പറയാൻ തോന്നുന്നില്ല. ഈ 10ാം ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ വന്നിട്ട് എൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ കുരിശ് പിടിച്ചുകൊണ്ട് ചോദിക്കും, ഇതാരാ, ഇതെന്തിനാ സിസ്റ്റർ ഇങ്ങനെ കഴുത്തിലിട്ടേക്കണേ? അപ്പോഴും ഞാൻ പറയും, അതൊന്നും നിങ്ങളറിയണ്ട. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയണതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത് കഴിയുമ്പോൾ എനിക്ക് തോന്നിച്ചു, അവരോട് ഈശോയെക്കുറിച്ച് പറയായിരുന്നല്ലോ. ഓക്കെ, വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ഈ ആന്തരിക മേഖല, അബോധ മനസ്സ്, ഉപബോധ മനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ പുസ്തകവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോണു, ചോറും പാത്രവും ഒക്കെ ആയിട്ട്, ഇല്ലേ, നമ്മുടെ നാട്ടും പുറത്തെ ഒരു സീൻ. അങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ ആ ഇടതുവശത്ത് ഒരു മരത്തിൻ്റെ അപ്പുറത്തായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സ്റ്റാച്ചു. അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്നു, എന്താ എഴുതി വച്ചിരിക്കുന്നത്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഞാൻ പറഞ്ഞു, ഇതാണ് കാണുന്നത്. അയ്യോ, അത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ആ പറമ്പിൽ ആ വഴിവരിയിൽ എന്നും കാണുന്നതാ. കറക്റ്റ്. അതായത് കുഞ്ഞുനാളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ 10 വർഷം എല്ലാ ദിവസവും ഇത് കണ്ടുകൊണ്ടാണ് ഈ കൊച്ച് സ്കൂളിൽ പോയിരുന്നത്. കണ്ണിലൂടെ കണ്ടത് നമ്മുടെ അബോധ മനസ്സിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. അത് അബോധ മനസ്സിൽ ഇതൊരർത്ഥവും വെച്ച് മനസ്സിലാക്കിയിട്ടല്ല കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അർത്ഥം ഉള്ളിൽ നിന്നും ഒരു യുക്തിയായിട്ട് വരാൻ തുടങ്ങി. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, പേജ് കുത്തി തന്നെ വിശ്വസിക്കണമെന്ന് നാട്ടിലുണ്ടാവും. അതുകൊണ്ടാണ് ഈ കുട്ടികളോട്, ഈ സിസ്റ്ററിന് ഈശോയെക്കുറിച്ച് പറയാൻ പറ്റണില്ല. ഈശോയെ, ശരിയാണല്ലോ, ഇനി എന്ത് ചെയ്യും? ഇനി അകത്ത് കയറി ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയണം ശ്രീനാരായണ ഗുരുവിനെ അകത്തുനിന്ന്. ഒന്നും വിഷമിക്കണ്ട, 1 മിനിറ്റ് കൊണ്ട് ഇത് മാറും. 1 മിനിറ്റ്.
സകലത്തിൻ്റെയും നാഥനായ ദൈവം അവിടുത്തെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകട്ടെ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. കുറച്ച് സമയം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കടലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അബോധ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിശദീകരിച്ച്. ഇതാണ്ട് ഉച്ച സമയത്തായിരുന്നു, ലഞ്ച് ബ്രേക്കിൽ. അപ്പോൾ സാധാരണ ഉച്ച കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറയും, ആർക്കെങ്കിലും 2 വാക്ക് ഈശോയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ, കേട്ട കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഈ സിസ്റ്റർ ഓടി വന്നിട്ട് ഇത്രയും ഈ 5000 ആളുകളുടെ മുമ്പിൽ നിന്നിട്ട് ഇവരാദ്യമായി യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ആന്തരിക വിശുദ്ധീകരണമാണ്. ആന്തരിക വിശുദ്ധീകരണം പ്രത്യേകിച്ച് ശുശ്രൂഷകരായ നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ ഈ ആന്തരിക വിശുദ്ധീകരണ ധ്യാനം തന്നെ ആരംഭിച്ചത് നമ്മുടെ ശുശ്രൂഷകരുടെ മേഖലയ്ക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത്രയ്ക്ക് പ്രസാദപരം നിറഞ്ഞ ദൈവിക രഹസ്യങ്ങളാണ്. നമുക്ക് ദർശനം കാണുന്നു. ഈ നമ്മളുടെ അടുത്ത് വരുന്നവർ സത്യമായിട്ടും അത് ദൈവം തന്നെയാണ് നമ്മളിലൂടെ സംസാരിക്കുന്നതെന്ന് പറയാം. ഒരു സംശയമില്ലാണ്ടാണ് അവർ അത് വിശ്വസിക്കുന്നത്. ഒരു കൗൺസിലറുടെ വാക്കുകൾ, ഒരു വചനപ്രഘോഷകൻ്റെ വാക്കുകൾ, നമുക്ക് കിട്ടുന്ന ദർശനങ്ങളെല്ലാം അത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് കൈകാര്യം ചെയ്യേണ്ടത് ആന്തരിക ഇന്ദ്രിയങ്ങളാണ്. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോഴല്ലേ കാണുന്നത്. അപ്പം ആന്തരിക ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണം ഉണ്ടായാൽ ദർശനങ്ങൾ കളർ TV-യിൽ കാണുന്ന മാതിരി കാണാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനങ്ങൾ കിട്ടും. വ്യാഖ്യാനം കിട്ടിയില്ലെങ്കിൽ ഈ ദർശനങ്ങളെ കൊണ്ട് വലിയ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ എക്സസൈസ് ചെയ്യും. 2 പേരിരുത്തി പ്രാർത്ഥിക്കുന്ന നേരത്ത് ഒരു ആൾക്കൊരു ദർശനം കിട്ടി. ദർശനം കിട്ടിയത് മറ്റേ ആളുടെ ശവപ്പെട്ടിയിൽ കിടക്കണതായിട്ടാണ്. ഉടനെ ഈ ചേച്ചി പറഞ്ഞു, ഏതായാലും ധ്യാനമൊക്കെ കൂടി ഒരുങ്ങിയിരിക്കുന്നത് നല്ലതായി. അതെന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, എന്നായാലും നമ്മൾക്ക് പോകാനുള്ളതാണ്. എന്താ പറഞ്ഞു വരുന്നത്? ഞാനുള്ള കാര്യം പറഞ്ഞേക്കാലോ. ഞാനിപ്പോൾ കാണുന്നത് സഹോദരി ഒരു ശവപ്പെട്ടിയിൽ കിടക്കണതാണ്. അതുകൊണ്ട് ധ്യാനം കഴിഞ്ഞ ഉടനെ നിങ്ങൾ മരിക്കും. ബഹളമായി, കരച്ചിലായി. കരച്ചിലും ബഹളവും കേട്ട് ഞാൻ അടുത്ത് ചെയ്ത് എന്ത് പറ്റി? ഞാൻ മരിക്കും എന്നാണ് ഇവിടെ ദർശനത്തിൽ കാണിച്ചു തരുന്നത്. എന്താ കണ്ടേ? ക്ലിയറായിട്ട് ശവപ്പെട്ടിയിൽ കിടക്കണത് കണ്ടു. അയ്യോ, അതിനെയൊക്കെ വ്യാഖ്യാനിക്കണം. അതെന്നാ വ്യാഖ്യാനിക്കാൻ? അത് ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ ബുദ്ധി അവിടെയും ചിന്തിക്കുകയാണ്. നമ്മുടെ ബുദ്ധി വ്യാഖ്യാനം ആവശ്യമുള്ളത് നമുക്ക് മനസ്സിലായില്ലെങ്കിലല്ലേ. ഇത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. ശവപ്പെട്ടിയിൽ ആൾ കിടക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ. നമ്മുടെ ജ്വലനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ദർശനങ്ങളെല്ലാം തന്നെ ദൈവീക ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കേണ്ടതാണ്. ദൈവിക ജ്ഞാനം നമ്മുടെ മാനുഷികമായ ഒരു ചട്ടക്കൂട്ടിലാണ് നമ്മളുടെ കിടപ്പ്. അത് കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്തിട്ട് ദൈവിക ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കേണ്ടതാണ് എല്ലാ ദർശനങ്ങളും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അത് വ്യാഖ്യാനം വേണോ ഇതിന്? അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടാ.
ഇവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ നമ്മളെ തന്നെ പരിശോധിക്കാനും നമ്മളെ വിലയിരുത്തണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വരദാനങ്ങൾ അത് ഉപകരണങ്ങളാണ്. ദേ ആർ ടൂൾസ്, നോട്ട് ടോയ്സ്. അവ കളിപ്പാട്ടങ്ങളല്ല, ഉപകരണങ്ങളാണ്. അതുപയോഗിക്കാൻ ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തമായ വരദാനങ്ങളിലേക്ക് വളരുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ച് അതിന് വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് വരുന്നത്: നിൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ പെട്ടിയിലാക്കിയിരിക്കുന്നത് എന്താണ്? ആരാണ്? പഴയ മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം വരുന്നുണ്ടോ ഇല്ലയോ? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം വരുന്നുണ്ടോ ഇല്ലയോ? അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം. ഒരു ഉദാഹരണം കൂടി പറയാനുണ്ട്. ഇതൊക്കെ പണ്ടേ മുതൽ പറയുന്നതാണ്. പലരും എന്നോട് പറഞ്ഞു, ബ്രദർ അത് മാത്രം എന്താ പറയണേ? എനിക്കറിഞ്ഞൂടാ. അതാണ് എൻ്റെ അകത്ത് വരുന്നതൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ ശുശ്രൂഷകർ, അതിലും പ്രത്യേകിച്ച് കൗൺസിലേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അതിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടാം, അതിനാണ് ഈ വിശുദ്ധീകരണ പ്രാർത്ഥനയുടെയും ആവശ്യം. കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരിക്കൽ ഈ ഭാഗത്തോ അല്ലെങ്കിൽ കുറച്ച് ഇവിടുന്ന് ദൂരെയുള്ള സ്ഥലത്താണെന്ന് തോന്നുന്നു, ഞാനൊരു ധ്യാനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ ഒരു ചെറിയ കാര്യം കൗൺസിലിംഗ് ഉണ്ട്. ചെറിയ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു വലിയൊരു മലയാണ് വരാൻ പോകുന്നത്. ആരെങ്കിലും ബ്രദറെ ഒരു ചെറിയ കാര്യം ഒന്ന് സംസാരിക്കേണ്ടെന്ന് പറയും ചിലർ വന്നിട്ട്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ? അപ്പോഴേ മനസ്സിലായിക്കോളൂ ഒരു മല പോലെ എന്തോ വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി സംസാരിച്ചു. പറയാണ്, എൻ്റെ 2 ഫിഷിംഗ് ബോട്ട് 2 വർഷമായിട്ട് വെറുതെ കിടക്കണം. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, അതെന്താ അങ്ങനെ വെറുതെ കിടക്കണത്? അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ആത്മീയ വരങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, പക്ഷെ അതിനിങ്ങനെ പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞാൽ പ്രശ്നമാണ്. അതെന്താ അങ്ങനെ പറയണേ? സാറിനെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിച്ചിട്ട് സന്ദേശം കിട്ടിയതനുസരിച്ചാണ് ഈ ബോട്ട് മേടിച്ചത്. എൻ്റെ കർത്താവേ, ദൈവമേ, ഇയാൾ ഒറ്റടിക്ക് പറഞ്ഞ കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കി. സാറിനെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിച്ച് സന്ദേശം തന്നതനുസരിച്ചാണ് ഈ ബോട്ട് മേടിച്ചത്. ഞാനങ്ങ് ഷോക്കടിച്ച പോലെ, എൻ്റെ ദൈവമേ. ഞാൻ ചോദിച്ചു എന്താണത്? ആളുടെ പേരൊക്കെ പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരുടെ പേരൊന്നും അറിയണ്ട. എന്നാലും അയാൾ പറഞ്ഞു നമ്മളയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കും. ആ ശുശ്രൂഷകൻ്റെ പേരൊക്കെ പറഞ്ഞു, ആളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ ദർശനങ്ങളും. ഭൗതികമായ കാര്യത്തിന് അത് അപ്ലൈ ചെയ്താൽ ഒരിക്കലും അത് വർക്കാവില്ല, അത് തെറ്റാണ്. അതിൻ്റെ ഒരു സ്ഥിരീകരണം തന്നെയല്ലേ ഇത്. ഒന്ന് കൈവീശി കാണിച്ചേ. ജയ് ബോലോ ജയ് ബോലോ, ഉച്ചത്തിൽ ജയ് ബോലോ ജയ് ബോലോ യേശു മസീഹാ കി ജയ് ബോലോ. ദാ രാജാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ജയ് ബോലോ ജയ് ബോലോ. ഈ സമയത്ത് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്, കാരണം ഇത് വളരെ സുപ്രധാനമായിട്ടൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു ദർശനം കണ്ടു എന്നുള്ളത് കൃത്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ബോട്ട് കണ്ടു. എന്നോട് പറഞ്ഞു, ചേട്ടൻ ദേ 2 ബോട്ട് മേടിച്ചോ, അപ്പം നിൻ്റെ സാമ്പത്തിക പ്രശ്നമെല്ലാം മാറും. നിങ്ങളെവിടെയാ വീട്? എൻ്റെ വീടില്ല, മൊട്ടക്കുന്നിൽ കശുമാവും തോപ്പാ എൻ്റെ ജോലി. എനിക്ക് ബോട്ടോ വെള്ളമോ ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനോട്, ഞാൻ കശുമാവും കൃഷിയാണ്, എനിക്ക് മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കശുമാവും കൃഷിയാണ്, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സാറേ.
അതെ, സന്ദേശം കിട്ടിയിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇട്ടുണ്ടെങ്കിൽ ചെയ്യും, കർത്താവ് പറയണം ബോട്ട് മേടിക്കാൻ. അങ്ങനെ ഞാനങ്ങ് പേടിച്ചു പോയി. ഇനി കർത്താവ് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്താവും തേച്ച് ബോട്ട് മേടിച്ചു. ഇത്ര ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. പക്ഷേ ബോട്ട് ഓടിയിട്ടില്ല ഇപ്പോഴും. 2 വർഷമായിട്ട് ബോട്ട് അങ്ങനെ തന്നെ കിടക്കാം. നമ്മുടെ വാക്കുകളെ ജനം എത്രത്തോളം കാര്യമായിട്ട് എടുക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി. വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. നമ്മൾ പറയുന്നത് ദൈവം പറയുന്നതായിരിക്കുകയും അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ പരിശുദ്ധാത്മാവ് എന്തർത്ഥത്തിലാണ്, അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ഭൗതികമായ ഒരു കാര്യത്തിനും വേണ്ടിയല്ല ദർശനങ്ങൾ. 1 കൊരിന്ത്യോസ് 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനമാണ്. സഹോദരരെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം എല്ലാവരും ശബ്ദമുയർത്തി, ഇവയെല്ലാം ആത്മീയോത്കൃഷ്ടത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇത് നമ്മുടെ നാട്ടിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു കൗൺസിലറാണെങ്കിൽ, പ്രത്യേകിച്ച് ദർശനപരങ്ങളുള്ള കൗൺസിലറാണെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കുന്നത്, ഞാൻ ആ സ്ഥലം മേടിക്കട്ടെ, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയൊന്ന്, എന്നിട്ടൊന്ന് വേഗം പറഞ്ഞേ. ദർശനപരം സ്ഥലം മേടിക്കണേനോ ബോട്ട് മേടിക്കണേനോ ജോലി കാര്യമോ ഒന്നുമല്ല, ആത്മാവിൻ്റെ കാര്യമാണ് അതിൽ പറയുന്നത്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പം നിങ്ങളുടെ ആകാംക്ഷ എങ്ങനെ കാര്യം, ഇപ്പം എന്തായി സംഭവം എന്നുള്ളതാണ്. ബോട്ടിൻ്റെ ആണോ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ദർശനം കിട്ടിയെങ്കിൽ അതിനൊരു വ്യാഖ്യാനം ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, 2 വർഷം മുമ്പ് അങ്ങ് കൊടുത്ത ദർശനം, അതിനെ ശരിയായി വ്യാഖ്യാനിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടുള്ള പ്രയാസത്തിലാണ് ഇദ്ദേഹം. കർത്താവ് ഇദ്ദേഹത്തെ എൻ്റെ അടുത്ത് അയച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് തന്നെ എല്ലാം ക്രമീകരിക്കും. ഇതിൻ്റെ ശരിയായ വ്യാഖ്യാനം എന്താണെന്ന് വെളിപ്പെടുത്തി തരണേ. അതാണ് വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ വചനം, വിവേകത്തിൻ്റെ വചനം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാണ്, ഇദ്ദേഹം 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം. 2 ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം. അത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓ എൻ്റെ കർത്താവേ, കൃത്യമാണ് സാറേ, അത് കൃത്യമാണെന്ന്. കണ്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒരു ലീഡറാണ്. എന്നാൽ അതേസമയം എനിക്ക് പാണ്ടിച്ചേരിയിൽ ഒരു ഫോറിൻ ലിക്കർ ഷോപ്പുണ്ട്. കറക്റ്റ്, അതാണ് 2 ബോട്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന്, ഈ ഫോറിൻ ലിക്കർ ഷോപ്പ് അടയ്ക്കണം. അയ്യോ ബ്രദറെ, ഒരുപാട് കടബാധ്യതയാണ്. ഇതാണ് കടബാധ്യത, ഇനിയും കൂടും ഇത് അടച്ചില്ലെങ്കിൽ. എനിക്കൊരു മകനേ ഉള്ളൂ, അവനാണത് നോക്കുന്നത്. പക്ഷെ എൻ്റെ ദൈവമേ, അവനും പോവും. ഒരു മകനേ ഉള്ളൂ, അവനിവിടെ സ്വന്തം വീട്ടിൽ ഇരിക്കണതിന് പകരം അവൻ എവിടെയാ? ഫോറിൻ ലിക്കർ ഷോപ്പിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അവൻ എത്ര ദിവസം അത് നോക്കിയിരിക്കും അവൻ. പിന്നെ എന്തുണ്ടാകാൻ പോണേ നമുക്കറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ അത് വിട്ട്, എത്ര ലക്ഷമാണെങ്കിലും അത് പോട്ടെ.
അതാണ് ഈ സന്ദേശത്തിൻ്റെ അർത്ഥം. സമ്മതിച്ചു, ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മുടെ അബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ വിശുദ്ധീകരിച്ചാലേ ദൈവത്തിൻ്റെ വെളിപാടുകൾ, ദൈവിക രഹസ്യങ്ങൾ നമ്മളിൽ തുറക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ അബോധ മനസ്സിൽ കിടക്കണ ചില മേഖലകളിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ദർശനം കണ്ടാൽ ഉടനെ നമ്മുടെ അബോധ മനസ്സ് എന്തിൽ കിടക്കണോ ആ രീതിയിൽ ചിന്തിച്ചു പോകും അതിനെക്കുറിച്ച്. ഓക്കെ, ഇനി തൽക്കാലം നമുക്ക്, അപ്പോൾ ഇതാണ് ആ കടൽ. ഈ പ്രാർത്ഥനയുടെ പ്രധാന പ്രമേയം നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കുന്നു, അതിനുശേഷം ശക്തീകരിക്കുന്നു ആത്മാവിൻ്റെ വരദാനങ്ങളെ കൊണ്ട് നിറയുന്നതിനും, അതിനുശേഷം ക്ഷമയുടെ മേഖലകൾ. ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. അതിനുശേഷം ദൈവവുമായിട്ട് സംസാരിക്കുന്നതൊക്കെയാണ് ഈ പേഴ്സണൽ പ്രെയർ. തൽക്കാലം അത് അടച്ചു വെച്ചിട്ട് അതിൽ നോക്കാതെ ഞാൻ കുറച്ച് നേരം നിങ്ങളെ ഈ പ്രെയറിൽ ലീഡ് ചെയ്യാം. നിങ്ങൾ പുസ്തകവും കടലാസും എല്ലാം മാറ്റി വെച്ച് ചാരിയിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ നയിക്കാം.